നമ്മൾ കഴിഞ്ഞ ദിവസം എന്താണ് ഇതിൻ്റെ പ്രതിസന്ധി എന്നത് പറഞ്ഞതാണ്. രാഷ്ട്രീയ പാർട്ടികൾക്ക് ഇവിടെ കൊടികുത്തുകയോ സമരം നടത്തുകയോ അഭിവാദ്യം അർപ്പിക്കുകയോ ഒക്കെ ചെയ്യാം. പക്ഷേ ടെക്നിക്കലി പ്രശ്നം എന്താണ്? 2.5 ഏക്കർ സ്ഥലം, ആ ഏക്കർ സ്ഥലത്തിന് ഒരു ഉടമയുണ്ട്. ആ ഉടമ ശങ്കരൻ നായർ ആണ് എന്ന് സുപ്രീം കോടതി അടക്കം അല്ലെങ്കിൽ കോടതി കണ്ടെത്തുകയും ചെയ്തിട്ടുണ്ട്. അതുപ്രകാരം ആ ഭൂമി അവർക്ക് തിരിച്ചു നൽകണം. ഇങ്ങനൊരു വിധി നിലനിൽക്കുമ്പോൾ പ്രായോഗിക തലത്തിൽ കോടതിയിൽ നിന്ന് അനുകൂലമാകുന്ന വിധി സമ്പാദിക്കുക, അതല്ല എങ്കിൽ ഒരു ചർച്ചയിലൂടെ പരിഹരിക്കുക, അതും അല്ല എങ്കിൽ ഇവർക്ക് മറ്റൊരിടം പുനരധിവാസത്തിന് നൽകുക. ഇതൊക്കെയാണ് സൊല്യൂഷൻ. ആ സൊല്യൂഷനിലേക്ക് എത്താനാണോ ഈ പുതിയ സർക്കാരിൻ്റെ ശ്രമം? അഭിലാഷ്, തീർച്ചയായിട്ടും സർക്കാർ നേരിടുന്ന ഒരു വലിയ പ്രതിസന്ധിയാണ്, വലിയ വെല്ലുവിളിയാണ് ഈ പാരിത്യകാവിലെ പ്രശ്നം പരിഹരിക്കുക എന്നത്. നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ 8 കുടുംബങ്ങൾ പുനരധിവാസമോ അതല്ലെങ്കിൽ അവരുടെ ഭൂമി കൈവശം നഷ്ടപ്പെട്ടു പോകുന്ന സാഹചര്യം ഉണ്ടാകാതിരിക്കുകയോ സർക്കാരിനെ സംബന്ധിച്ച് അത് മെയിൻറ്റെയിൻ ചെയ്യുക എന്ന് പറയുന്നത് അനിവാര്യമായിരിക്കുന്ന ഒരു സാഹചര്യമാണ്. പക്ഷെ 14 തവണയാണ് LDF സർക്കാർ ഉണ്ടായിരുന്ന സമയത്തും ഈ എവിക്ഷൻ നടപടികളുമായിട്ട് അഡ്വക്കേറ്റ് കമ്മീഷൻ ഇവിടെ വന്നിട്ടുള്ളത്. ആ ഒരു സാഹചര്യത്തിൽ ആ ഒരു സമയത്ത് ഉണ്ടാകാത്ത തരത്തിൽ അത് ഈ സർക്കാർ അധികാരമേറ്റപ്പോൾ പോലീസ് അതിൻ്റെതായുള്ള അല്ലെങ്കിൽ ഇത് നടപ്പിലാക്കിയേ കഴിയൂ എന്നുള്ള തരത്തിലേക്ക് വർധനമുറയിലേക്ക് നീങ്ങുന്ന ഒരു സാഹചര്യം കൂടി വന്നപ്പോഴാണ് ഇത്തരത്തിലുള്ള ഒരു വലിയ ക്രൈസിസ് നേരിടേണ്ടി വന്നത്. ഇവിടുത്തുകാർക്ക് അത് വലിയ പ്രശ്നത്തിലേക്ക് സർക്കാരിനെ കൂടി വലിയ ക്രൈസിസിലാക്കിയിരിക്കുന്ന സാഹചര്യത്തിലാണ് കഴിഞ്ഞ ദിവസം ഇതുമായി ബന്ധപ്പെട്ടുള്ള ചർച്ച ഉണ്ടാകുന്നത്. രമേശ് ചെന്നിത്തല ഉൾപ്പെടെയുള്ള ആഭ്യന്തരമന്ത്രി, DGP, അതുപോലെ തന്നെ ചീഫ് സെക്രട്ടറി ഉൾപ്പെടെയുള്ള ആളുകൾ ചർച്ചയിൽ പങ്കെടുക്കുകയും മന്ത്രി റോജിം ജോണിനെ ഇതിന്റെ ചർച്ചയുമായി ബന്ധപ്പെട്ട സമരക്കാരോട് സംസാരിക്കാൻ ഇതിന് മന്ത്രി റോജിം ജോണിനെ ഏർപ്പെടുത്തുകയും ചെയ്തിരുന്നത്. അതിന്റെ ഭാഗമായിട്ടാണ് കഴിഞ്ഞ ദിവസം റോജിം ജോൺ ഇവിടെ എത്തുകയും ചർച്ചയിലൂടെ പരിഹരിക്കാൻ അല്ലെങ്കിൽ ഇവിടുത്തെ സമരക്കാരോട് സംസാരിക്കുകയും ചെയ്തത്. പക്ഷേ കഴിഞ്ഞ ദിവസങ്ങളിൽ അതായത് LDF സർക്കാരിനെ മുന്നോട്ട് വയ്ക്കാൻ 14 തവണ, അതായത് മുൻ സർക്കാർ ഉണ്ടായിരുന്ന സാഹചര്യത്തിൽ 14 തവണ ഇതിന്റെ എവിക്ഷൻ നടപടികളുമായി മുന്നോട്ട് വന്നപ്പോഴും ഇത്തരം വലിയ ക്രൈസിസിലൂടെ ഇവിടുത്തെ കടന്നു പോയിട്ടില്ല എന്ന് തന്നെയാണ് CPM ചൂണ്ടിക്കാണിക്കുന്നത്. അതുകൊണ്ട് തന്നെ സംരക്ഷണ സദസ്സ് എന്നുള്ള തരത്തിലേക്ക് തന്നെയാണ് CPM നീങ്ങുന്നത്. ഇതിനെ ഒരു വലിയ രാഷ്ട്രീയ പ്രശ്നമായി തന്നെ മാറേണ്ടിയിരിക്കുന്ന സാഹചര്യമാണ് CPM കണക്കിലെടുക്കുന്നത്. കഴിഞ്ഞ ദിവസം CPM എത്തിയിരുന്നു, ഇന്നലെ മഹിളാ അസോസിയേഷൻ എത്തിയിരുന്നു, ഇന്ന് DYFI ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിലും ഇവിടെ സമരപ്പന്തലിൽ ആളുകൾ എത്തിയിട്ടുണ്ട്. എന്നാലും DYFIയുടെ ജില്ലാ സെക്രട്ടറി രഞ്ജിത്ത് നമ്മളോടൊപ്പം ചേരുകയാണ്. രഞ്ജിത്ത്, ഈ കഴിഞ്ഞ ദിവസം മന്ത്രി റോജിം ജോണിന്റെ നേതൃത്വത്തിൽ ചർച്ച നടത്തിയിരുന്നു. അത് പുനരധിവസിപ്പിക്കും, അതല്ലെങ്കിൽ കോടതിയിൽ നിന്ന് വേണ്ട തരത്തിലുള്ള നടപടിക്രമങ്ങൾ അത് എന്ത് ചെയ്യാനാകുമെന്നുള്ള തരത്തിലേക്ക് കോടതിയെ സമീപിക്കുമെന്നാണ് കഴിഞ്ഞ ദിവസം ആഭ്യന്തര മന്ത്രാലയം തീരുമാനിച്ചത്. അങ്ങനെയാണ്. അപ്പോഴും എന്താണ് DYFIക്ക് ഇനി മുന്നോട്ട് വയ്ക്കാനുള്ളത്? മുന്നോട്ട് വെക്കാനുള്ളത് ഈ ജനങ്ങൾക്ക് അനുകൂലമായിട്ടുള്ള തീരുമാനമെടുത്താൽ അത് സാധാരണ തന്നെയാണ്. പക്ഷേ നമ്മൾ കാണേണ്ടത് നേരത്തെ നമുക്ക് എല്ലാവർക്കും അറിയാം, കഴിഞ്ഞ കുറേ നാളുകളായുള്ള ഒരു വിഷയമാണ്. ഈ വിഷയത്തിനകത്ത് ഇവിടുത്തെ ഗവൺമെന്റ് സ്വീകരിച്ചുകൊണ്ടിരുന്ന നിലപാട് നമുക്കറിയാം. കോടതിയുടെ അനുകൂല വിധിയുമായി വരുമ്പോൾ ആ വിധിക്കെതിരെ ഇവിടുത്തെ മുൻ MLA ശ്രീനിജനും അതുപോലെ തന്നെ ഇവിടുത്തെ പാർട്ടിയും ഉൾപ്പെടെയുള്ളവർ സ്വീകരിച്ച നിലപാട് ഇവർക്കൊപ്പം നിൽക്കുന്ന ഒരു നിലപാടാണ് സ്വീകരിച്ചത്. ഈ നാടിനകത്തെ ഗവൺമെന്റും ആ നിലപാട് തന്നെയാണ് ഇവിടെ സ്വീകരിച്ചുകൊണ്ടിരുന്നത്. ഒരു കാരണവശാലും ഒരു ഘട്ടത്തിൽ പോലും ഇവിടുത്തെ ജനങ്ങളെ ബലമായി ഇവിടെ നിന്ന് മാറ്റുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ശ്രമങ്ങൾക്കും നാളിതുവരെ ഈ സംഭവം ഉണ്ടാകുന്നതിന് തൊട്ട് മുമ്പ് ആ പോലീസ് തയ്യാറായിരുന്നില്ല എന്നുള്ളതാണ്. പക്ഷെ പെട്ടെന്നൊരു ഭരണം മാറി വീണ്ടും ഒരു 3-ാം നാൾ, അധികാരത്തിലേറി 3-ാം നാൾ വീണ്ടും ഒരു അനുകൂല വിധിയുമായി വന്ന ആ കമ്മീഷനൊപ്പം വന്ന പോലീസുകാർ എടുത്ത നിലപാട്, ആ നിലപാട് എന്ന് പറയുന്നത് ഇവിടുത്തെ പിഞ്ചു കുഞ്ഞുങ്ങളെയും കുട്ടികളെയും അതുപോലെ തന്നെ സ്ത്രീകളെയും മുതിർന്നവരെയും പ്രായമായവരെയും എല്ലാം ക്രൂരമായി തല്ലിച്ചതച്ചുകൊണ്ട് കൊച്ചു കുഞ്ഞുങ്ങളുടെ നേരെ ഉൾപ്പെടെ ജലപീരങ്കികൾ പ്രയോഗിച്ചുകൊണ്ട് അവരെ ഇവിടെ നിന്ന് തല്ലി ഓടിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു നിലപാടാണ് സ്വീകരിച്ചത്. നാളിതുവരെ ഇതുപോലെ ഒരു രീതി ജനങ്ങളെ കൈകാര്യം ചെയ്യുന്ന രീതി കഴിഞ്ഞ 10 വർഷക്കാലം നമ്മളിവിടെ ഈ സംസ്ഥാനത്തിനകത്ത് കണ്ടിട്ടില്ല. അതിൽ നിന്ന് വിഭിന്നമായിട്ടുള്ള നിലപാടാണ് ഈ നാട്ടിനകത്ത് പോലീസ് സ്വീകരിക്കുന്നത്. അത് ഗവൺമെന്റിന്റെ നയമാണ് എങ്കിൽ, ഇവിടെ രൂപീകരിക്കപ്പെട്ട ഗവൺമെന്റ് നയമാണ് എന്നുണ്ടെങ്കിൽ അത് തിരുത്തുക തന്നെ വേണം എന്നുള്ളതാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. അതിനുവേണ്ടി ഇപ്പോൾ അവർക്കായി അനുകൂല നിലപാട് ഗവൺമെന്റ് സ്വീകരിക്കുകയാണെങ്കിൽ അതിനെ ഞങ്ങൾ സ്വാഗതം ചെയ്യും. പക്ഷേ ഏതെങ്കിലും തരത്തിൽ ഇവരെ ഇവിടെ നിന്ന് വലിച്ചഴിക്കാനുള്ള നിലപാടുകൾ എടുത്തു കഴിഞ്ഞാൽ ഏതറ്റം വരെ പോയിക്കൊണ്ടും ഇവരെ സംരക്ഷിക്കുന്നതിന് വേണ്ടി ഞങ്ങൾ ഇവിടെ ഉണ്ടാവും. എല്ലാ കാലത്തും ഇവിടുത്തെ DYFI ആയാലും പാർട്ടി ആയാലും അവർക്കൊപ്പം നിന്നിട്ടുള്ളതാണ്. അവരോടൊപ്പം നിൽക്കാൻ ഞങ്ങൾ ഇവിടെ ഉണ്ടാവും എന്നുള്ളത് തന്നെയാണ് ഞങ്ങൾക്ക് പറയുന്നത്. DYFI ആയാലും പാർട്ടി ആയാലും ജനങ്ങൾക്കൊപ്പം നിൽക്കുക എന്നുള്ള നിലപാട് തന്നെയാണ് ഈ കാര്യത്തിൽ എടുക്കുന്നതെന്നാണ് ഇപ്പോൾ DYFI ജില്ലാ സെക്രട്ടറി നമ്മളോട് പറഞ്ഞത്. എങ്ങനെയാണ് എന്തായാലും സമരം കൂടുതൽ
ശക്തമാകുന്നത് തന്നെയാണ്. എന്നിരുന്നാലും അഭിഭാഷക കമ്മീഷൻ സംഘവും ഇന്ന് എത്തില്ല എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. പ്രത്യേകിച്ച് ഒരു പക്ഷേ ഈ ചർച്ചയും അനുരഞ്ജന ചർച്ചയുമായി ബന്ധപ്പെട്ട് സംസ്ഥാന സർക്കാരിന്റെ ഇടപെടൽ അത് തിങ്കളാഴ്ചയാണ് ഹൈക്കോടതിയിൽ എത്തുക. ഹൈക്കോടതിയിൽ എത്തിയ ശേഷം ഒരു സാവകാശം തേടുക എന്നുള്ളതാണ് ഈ വിഷയത്തിൽ ചെയ്യാനുള്ളത്. താൽക്കാലികമായി അത് നമ്മൾ നേരത്തെ സൂചിപ്പിച്ച പോലെ അഭിലാഷ് ഈ തർക്കഭൂമി എന്ന് പറയുമ്പോഴും 19 ഏക്കർ മിച്ചഭൂമിയുടെ ഭാഗമാണ് ഈ 2.65 ഏക്കർ എന്നുള്ള കാര്യത്തിൽ വ്യക്തതയുണ്ട്. ആ പുറമ്പോക്ക ഭൂമിയിലാണ് ഈ ദളിത് കുടുംബങ്ങൾ താമസിക്കുന്നത് എന്നുള്ള വ്യക്തതയുണ്ട്. പക്ഷേ സുപ്രീം കോടതിയെ സംബന്ധിച്ച് ഇതിനൊരു ഉടമയുണ്ട്. ആ ഉടമസ്ഥൻ ശങ്കരൻ നായരാണ്. അദ്ദേഹത്തിന്റെ ഹെയർസാണ് ഇപ്പോൾ ഈ കേസ് നടത്തുന്നതും അദ്ദേഹത്തിന്റെ ഹെയർസിനാണ് ഈ ഭൂമി ഏറ്റെടുത്ത് നൽകാൻ കോടതി ഉത്തരവിട്ടിരിക്കുന്നത്. അതിന് ഈ ഉടമസ്ഥന്റെ ഉടമസ്ഥാവകാശം തെളിയിക്കുന്നതുമായി ബന്ധപ്പെട്ട ഇതിന്റെ സർവേ നടപടികൾ ആരംഭിച്ച ഘട്ടത്തിൽ റവന്യൂ വകുപ്പിൽ ഒരു രേഖയും അതായത് ഈ 19 ഏക്കറിൽ താമസിക്കുന്ന വീടുകളിൽ നിന്നും ഒരു ഉടമസ്ഥനും അതിന്റെ ഉടമസ്ഥാവകാശമോ പട്ടയമോ അല്ലെങ്കിൽ അത്തരത്തിൽ ഏതെങ്കിലും രേഖകളോ റവന്യൂ വകുപ്പിൽ എത്തിച്ചിട്ടില്ല എന്നുള്ള കാര്യം ശ്രദ്ധേയമാണ്. യെസ്, തീർച്ചയായും 58 വർഷം പഴക്കമുള്ള ഒരു കേസാണ്. ആ കേസിനെ തുടർന്നാണ് ഇങ്ങനെയൊരു വിധി പ്രസ്താവത്തിലേക്ക് പോയത്. അതിനിടെ സർക്കാരുകളൊക്കെ മാറി മാറി വന്നിട്ടുണ്ട്. ഇപ്പോഴിതാ അവിടെ ഈ സമരം LDF ഏറ്റെടുത്തു എന്നതാണ് എടുത്തു പറയേണ്ടത്. അതായത് പുതിയ സർക്കാർ രൂപീകൃതമായതിനു ശേഷം LDFന് കിട്ടുന്ന ആദ്യത്തെ ചാൻസ് ആണ്. പക്ഷേ ഈ 58 വർഷത്തിനിടെ ഇതേ LDF സർക്കാരും നിരവധി തവണ ഭരിച്ചിരുന്നു എന്ന് മാത്രവുമല്ല 2023 ഈ വിധി വരുന്ന സാഹചര്യത്തിലും LDF സർക്കാരായിരുന്നു. അന്ന് ആ സർക്കാരിനും വേണമെങ്കിൽ ഇങ്ങനെയൊരു വലിയ പ്രതിഷേധമൊക്കെ ഉയർത്തുന്നതിന് പകരം അന്ന് ഇടപെട്ടുകൊണ്ടൊരു സൊല്യൂഷൻ കണ്ടെത്താൻ പറ്റുമായിരുന്നു. പക്ഷേ ഇപ്പോഴാണ് ആ പ്രസംഗത്തിൽ നമുക്ക് കേൾക്കാൻ സാധിക്കുന്നുണ്ട് അവിടുത്തെ MLA VP സജീന്ദ്രൻ അവിടെ തിരിഞ്ഞു നോക്കുന്നില്ല എന്നൊക്കെ പറയുമ്പോൾ കൃത്യമായ രാഷ്ട്രീയത്തിനുള്ള അവസരമാക്കി ഇതിനെ പ്രതിഷേധക്കാർ മാറ്റുന്നു എന്നതുകൂടി അവിടെയുള്ള ആളുകൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട് എന്ന് തന്നെയാണ്. എങ്കിലും ആ ദളിത് കുടുംബങ്ങൾക്ക് ഒന്നുകിൽ ആ ഭൂമിയിൽ ജീവിക്കാൻ, അതല്ല എങ്കിൽ മെച്ചപ്പെട്ട ഒരു പുനരധിവാസ സംവിധാനം ലഭിക്കേണ്ടതുണ്ട്. അതിനുവേണ്ടിയുള്ള നീക്കങ്ങൾ നടത്തുന്നു സർക്കാർ. അത് നടത്തും എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതല്ല എങ്കിൽ തീർച്ചയായും പ്രതിഷേധങ്ങൾ ഉയരേണ്ടതുമാണ്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.